റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വഖഫ് ബോർഡിൽ സമൂല മാറ്റത്തിന് സർക്കാർ വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസയെ മാറ്റും. ഉമീദ് ആക്ട് ഭേദഗതി പ്രകാരം മാറ്റാൻ സാധിക്കുമെന്ന നിയമോപദേശം. ഭേദഗതി പ്രകാരം ചെയർമാൻ സർക്കാർ നോമിനിയാണ്. ഇലക്ടഡ് ചെയർമാനെ മാറ്റുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കില്ലെന്നാണ് വാദം. 4 അംഗങ്ങളുടെ അയോഗ്യത ചൂണ്ടിക്കാണിച്ച് ഒരു വിഭാഗം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. VS രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഇതിൽ എങ്ങനെയാണ് മാറ്റം ഉദ്ദേശിക്കുന്നത്? നിയമോപദേശമൊക്കെ ലഭിച്ച അടിസ്ഥാനത്തിൽ ശ്രുതി കീർത്തന, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത കൊടുത്തിരുന്നു. അതിൽ 4 അംഗങ്ങളെ അയോഗ്യരാക്കാനുള്ള നീക്കം, അതായത് ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെ 4 അംഗങ്ങൾക്ക് യോഗ്യതയില്ല എന്നും അവരുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ വഖഫ് ബോർഡിൽ ഇല്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഭാഗത്തു നിന്നല്ല, പക്ഷേ അതിലൊരു പൊതു താൽപര്യ ഹർജിയായി തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വഖഫിൽ സമഗ്രമായ സമൂലമായ ഒരു പുനഃസംഘടനയ്ക്ക് സർക്കാർ ഒരുങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള KS ഹംസയെ ഉൾപ്പെടെ മാറ്റാൻ വഖഫിന് സാധിക്കും. കാരണം ഇപ്പോൾ സർക്കാരിന് സാധിക്കും. ഇപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വഖഫ് ആക്ടിൽ അതിൽ മാറ്റം വന്ന് ഉമീദ് ആക്ട് ആണ്. ആ ഉമീദ് ആക്ട് പ്രകാരം സർക്കാരിന്റെ നോമിനിയാണ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ. നേരത്തെ വഖഫ് ബോർഡ് ചെയർമാൻ ഇലക്റ്റഡ് ആയിരുന്നു. ഇലക്റ്റഡ് ആയ വഖഫ് ബോർഡ് ചെയർമാനെ 5 വർഷ കാലാവധിക്കുള്ളിൽ മാറ്റാൻ സാധിക്കുന്ന രീതിയായിരുന്നില്ല. അങ്ങനെ മാറ്റണമെങ്കിൽ പല കടമ്പകൾ കടക്കണമായിരുന്നു. പക്ഷേ പുതിയ നിയമപ്രകാരം, പുതിയ നിയമ ഭേദഗതി പ്രകാരം വഖഫ് ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് സർക്കാർ നോമിനിയാണ്. അങ്ങനെയുള്ള നോമിനികളെ സർക്കാരിന് മാറ്റാനും വേണ്ടി സാധിക്കും. പുതിയ ആളെ നോമിനേറ്റ് ചെയ്യാനും വേണ്ടി സാധിക്കും. ഈ ഒരു ലൂപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് വഖഫ് ബോർഡ് ചെയർമാനെ ഉൾപ്പെടെ മാറ്റാനും 4 അംഗങ്ങളുടെ അയോഗ്യത ചൂണ്ടിക്കാണിച്ച് കോടതിയുടെ ഉത്തരവ് പ്രകാരം എന്താണോ കോടതി പറയുന്നത് അതിനനുസരിച്ച് മറ്റ് അംഗങ്ങളെ മാറ്റാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും വഖഫ് ബോർഡിൽ സമഗ്രമായ ഒരു പുനഃസംഘടനയ്ക്കാണ് സർക്കാരിന്റെ ഭാഗത്ത് നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.